എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഇക്വലൻസിയുമായി ബന്ധപ്പെട്ടാണ്. റെക്കഗ്നൈസ്ഡ് കോഴ്സുകളുടെ ഇക്വലൻസി എങ്ങനെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഞാൻ നിങ്ങൾ കണ്ടു നോക്കാം. ബേസിക്കലി ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ സാർ റെക്കഗ്നൈസ്ഡ് അല്ല, ലിസ്റ്റിൽ പേര് കാണുന്നില്ല, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് കുറേ പേര് മെയിൽ അയച്ചിരുന്നു. മെയിൽ അയച്ചു, മെസ്സേജ് വന്നു, യൂട്യൂബിൽ കമൻറ്റ് വന്നു. ഇതിനൊന്നും പ്രോപ്പർ റിപ്ലൈ ഞാൻ കൊടുത്തില്ല, കാണാനൊരു ഡീറ്റെയിൽ കിട്ടുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തതാണ്. സോ അങ്ങനെ ഒരു സാഹചര്യമാണ്. ഈ രണ്ട് കാറ്റഗറി ആളുകൾക്കാണ് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് റെഗുലർ മോഡിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർ, റെഗുലർ മോഡിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർ, രണ്ടാമത് ഇഗ്നോയിൽ നിന്ന് ഡിസ്റ്റൻസ് മോഡ് കംപ്ലീറ്റ് ചെയ്തവർ. ഫോർ എക്സാമ്പിൾ, ഈ രണ്ട് കാറ്റഗറി ആളുകളെ ഈ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. അതായത് റെഗുലർ മോഡിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർ അല്ലെങ്കിൽ ഇഗ്നോയിൽ കംപ്ലീറ്റ്. അപ്പോൾ റെഗുലർ മോഡിൽ കംപ്ലീറ്റ് ചെയ്ത ആളുകൾ എന്ന് പറയുന്നത് UGC അംഗീകാരമുള്ള ഒരു സർവകലാശാലയിൽ നിന്ന് റെഗുലർ മോഡിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുള്ള കോഴ്സുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നോമൻക്ലേച്ചർ ഒരേപോലെ ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം ഡ്യൂറേഷൻ ഒരേപോലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ കൂടുതലോ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 3 വർഷമുള്ള ഒരു കോഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ കോഴ്സ് 3 വർഷമോ അതിൽ കൂടുതലോ ആയിരിക്കണം. നോമൻക്ലേച്ചർ സെയിം ആയിരിക്കണം. നിങ്ങൾ പഠിച്ചിരിക്കുന്നത് റെഗുലർ മോഡിലായിരിക്കണം. പിന്നെന്താണ്, നോമൻക്ലേച്ചർ സെയിം ആയിരിക്കണം. ഇഗ്നോയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്തും നോമൻക്ലേച്ചർ സെയിം ആയിരിക്കണം. പിന്നെന്താണ്, ഇഗ്നോയിൽ പഠിച്ച നോമൻക്ലേച്ചർ സെയിം ആയിരിക്കണം, ഡ്യൂറേഷൻ സെയിം ആയിരിക്കണം. ആ രണ്ട് കണ്ടീഷൻ മാത്രമേ അവിടെയുള്ളൂ. പിന്നെ ഇൻ കേസ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒരു UGC അംഗീകാരമുള്ള സർവകലാശാലയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പേരിനകത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. അതിന്റെ പ്രൊസീജിയറാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം. അതിനു മുമ്പ് നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇക്വലൻസിയുടെ സെക്ഷനിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ കാണാനായിട്ട് പറ്റും. അവിടെ അപ്ലൈ എന്ന് പറയുന്ന സെക്ഷനിൽ വന്ന് കഴിയുമ്പോൾ ന്യൂ രജിസ്ട്രേഷനിൽ പോയി നിങ്ങളൊരു അക്കൗണ്ട് ജനറേറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ബേസിക് പേര്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു അക്കൗണ്ട് ജനറേറ്റ് ആവും. നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് നിങ്ങളുടെ മെയിൽ ID-യിലേക്ക് ലോഗിൻ ID-യും പാസ്വേഡും വരും. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇക്വലൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇക്വലൻസിക്ക് വേണ്ടി നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയും ഇങ്ങനെ ഒരു പേജിലേക്കാണ് നിങ്ങൾ വരിക. പേജിലേക്ക് കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ ത്രൂ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് ത്രൂ ദിസ് പർട്ടിക്കുലർ പോർട്ടൽ, ഒരു പർട്ടിക്കുലർ പോർട്ടലിലേക്കാണ് വരുന്നത്. സോ നിങ്ങളുടെ ബേസിക് മെനുവിൽ നിന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വെരിഫൈ ചെയ്യണം. അതുപോലെ നിങ്ങൾ ആദ്യം കൊടുത്തതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ, അഡ്രസ്സിനകത്തൊക്കെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അതിനുശേഷം ഗോ ടു ദി ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് മെനു. ഓക്കെ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് മെനുവിലേക്ക് പോയി വ്യൂ ദ സ്റ്റാറ്റസ് ഓഫ് യുവർ ആപ്ലിക്കേഷൻ. നമ്മുടെ സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ മെനുവിലേക്ക് പോയി അവിടെ കണ്ടിന്യൂ കൊടുത്ത് വേണം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കാനായിട്ട്. ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇൻ കേസ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളിത് റെഗുലർ കോഴ്സാണ്, നിങ്ങളുടെ ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങൾ തപ്പുന്ന ലിസ്റ്റിനകത്ത് കാണുന്നില്ലെങ്കിൽ അത് എപ്പോഴാണെന്ന് വെച്ചാൽ ഞാനത് കാണിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒത്തിരി പേര് ആൾക്കാർ ഇത് ചോദിക്കുന്നത് കൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. നിങ്ങൾ കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ആ പേജിനകത്ത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് ചോദിക്കും. ആ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് അവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏത് ലെവൽ കോഴ്സാണ്, UG ആണോ, PG ആണോ, B.Ed ആണോ, അല്ലെങ്കിൽ എന്താ പറയുക വേറെ എന്തെങ്കിലും കോഴ്സാണോ, ആ കോഴ്സ് ലെവൽ സെലക്ട് ചെയ്യുക. വെദർ യുവർ കോമ്പിനേഷൻ ഈസ് ലിസ്റ്റഡ് ഇൻ ദി ബിലോ ടേബിൾ. അതായത് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയുടെ പേര് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ടേബിൾ കിട്ടും. യൂണിവേഴ്സിറ്റിയുടെ പേര് കൊടുക്കുമ്പോൾ തന്നെ കുറേ ലിസ്റ്റ് ഓഫ് കിട്ടും. ആ ലിസ്റ്റ് ഓഫിനകത്ത് നിങ്ങളുടെ കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് സെലക്ട് ചെയ്യുക. ലിസ്റ്റ് ഓഫിനകത്ത് നിങ്ങൾ നോ ആ കൊടുക്കുന്നെങ്കിൽ നിങ്ങളോട് അടുത്തൊരു ചോദ്യം ചോദിക്കും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ റെഗുലർ മോഡിലാണോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ റെഗുലർ മോഡിലാണ്, നിങ്ങൾ യെസ് സെലക്ട് ചെയ്യുക. നേരെ മറിച്ച് നിങ്ങൾ ഇഗ്നോയുടെ കേസിലാണെങ്കിൽ റെഗുലർ മോഡല്ല, നിങ്ങൾ നോ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടി. ഇഗ്നോക്കാർക്ക് പ്രശ്നമില്ല, ഇഗ്നോയിൽ നിന്ന് ചെയ്തവർക്കാണെങ്കിൽ ഈസി ആയിട്ട് ഇക്വലൻസി കിട്ടും. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട്. അതിനുശേഷം നിങ്ങൾ അന്നേരം ഇപ്പം അടുത്തൊരു പേജിലേക്കാണ് വരിക. ആ പേജിനകത്ത് ആ ഒരു പർട്ടിക്കുലർ പേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ പേജിനകത്ത് എന്ന് പറയുന്നത് ഈ കാൻഡിഡേറ്റിന്റെ ബേസിക് ഇൻഫർമേഷൻസ് ആണ് ഉണ്ടാവുക. അതായത് കാൻഡിഡേറ്റിന്റെ പേര്, അതുപോലെ അഡ്രസ്സ്, ജെൻഡർ, മൊബൈൽ നമ്പർ, നിങ്ങൾ ആദ്യം കൊടുത്ത ഡീറ്റെയിലുകളെല്ലാം അത് സേവ് ആൻഡ് പ്രൊസീഡ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുക. ഇവിടെയാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, കോഴ്സ് കണ്ടക്റ്റഡ് ബൈ, ആര് കണ്ടക്ട് ചെയ്ത കോഴ്സാണ്. അപ്പം ഇത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പേര്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കോഴ്സ് കണ്ടക്റ്റഡ് ബൈ കോഴ്സ് യൂണിവേഴ്സിറ്റിയുടെ പേര്, അതുപോലെ എന്താണ് അതിന് താഴെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ പേര്, അത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്, അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക. കോഴ്സ് ലെവൽ UG ആണോ, PG ആണോ, B.Ed ആണോ, M.Ed ആണോ അത് കൊടുക്കുക. കോഴ്സിന്റെ പേര് എന്താണ്, ഫോർ എക്സാമ്പിൾ B.Ed ഇൻ ഫിസിക്കൽ സയൻസ്, B.Ed ഇൻ മാത്തമാറ്റിക്സ്, B.Ed ഇൻ സോഷ്യൽ സയൻസ് എന്താണോ സെലക്ട് ചെയ്യുക. മോഡ് ഓഫ് സ്റ്റഡി റെഗുലർ ആണോ, ഡിസ്റ്റൻസ് മോഡാണോ. അപ്പോൾ റെഗുലർ ഇഗ്നോ അല്ലെങ്കിൽ എല്ലാ റെഗുലർ ആണെങ്കിൽ അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. കോഴ്സിന്റെ ഡീറ്റെയിലുകൾ, പാറ്റേൺ എന്തായിരുന്നു, ഏത് വർഷം മുതൽ ഏത് വർഷം വരെയായിരുന്നു കോഴ്സ്, നിങ്ങൾ ഇക്വലൻസിക്ക് എന്തിനു വേണ്ടിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയാണ്, എംപ്ലോയ്മെന്റിന് വേണ്ടിയാണ്, രണ്ടിനും വേണ്ടി നിങ്ങൾക്ക് അങ്ങനത്തെ കൊടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് വരും. ആ പേജിൽ നിങ്ങളുടെ SLCയുടെ കോപ്പി,
ലൈക്ക് എന്താ +2 ഡിഗ്രി എന്നിവ സ്കാൻഡ് കോപ്പി ആയിട്ട് PDF ആയിട്ടോ JPG ആയിട്ടോ PNG ആയിട്ടോ JNG ആയിട്ടോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്താണ് അവർ പറയുന്ന ഫയലിന്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 200 KB അതിൽ താഴെയോ ആയിരിക്കണം. എന്താ പറയുക, മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 500 പിക്സലാണ്. മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 500 പിക്സലാണ്. ആ കറക്റ്റ് റെസൊല്യൂഷനിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് SLC +2 ഡിഗ്രി കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ദെൻ TC. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ TC ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. TC ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാവുന്നത്. ബോണഫൈഡ് സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽ വേണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, നിങ്ങൾ കണ്ടു നോക്കാം. അതിനുശേഷം നിങ്ങളോട് എന്ത് ചെയ്യും, നിങ്ങളോട് ലൈക്ക് ഡിഗ്രി കഴിഞ്ഞു, അതിനുശേഷം നിങ്ങളുടെ BEdന്റെ സർട്ടിഫിക്കറ്റ്, BEdന്റെ മാർക്ക് ലിസ്റ്റ്, BEdന്റെ സർട്ടിഫിക്കറ്റ്, BEdന്റെ മാർക്ക് ലിസ്റ്റ് ചോദിക്കും, അത് അപ്ലോഡ് ചെയ്യുക. സോ BEdന്റെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്. പ്രൊസീഡ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി കോഴ്സ് റെക്കഗ്നൈസ്ഡ് അല്ലല്ലോ. കോഴ്സ് റെക്കഗ്നൈസ്ഡ് അല്ലാത്തതോട് നിങ്ങളുടെ ഡീറ്റെയിലുകളെല്ലാം വെരിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു റെഗുലർ മോഡിൽ ഒരു റെക്കഗ്നൈസ് ചെയ്ത യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കോഴ്സ് എന്താ പറയുക ലിസ്റ്റ് ചെയ്യപ്പെടുകയും അതോടൊപ്പം നിങ്ങൾക്ക് ഇക്വലൻസി ഇഷ്യൂ ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളോട് ഫീസ് പേ ചെയ്യാനായിട്ട് പറയും. ഫീസ് പേ ചെയ്യാനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഫീസ് പേ ചെയ്യുക. അതല്ല ഇതിന്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന വരെ നിങ്ങളോട് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെരിഫൈ ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് എടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് പേരൊന്നും കിട്ടുന്നില്ല. ഇൻ കേസ് നിങ്ങളുടെ ഡിഗ്രി റെഗുലർ കോഴ്സാണ്, ഡിഗ്രി എന്ന് പറയുന്ന ലിസ്റ്റഡ് കോഴ്സിൽ അതൊന്നും കാണുന്നില്ല, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ ഓൺലൈൻ സർവീസസ് @kannur.university.ac.in നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും, ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും, TCയും അല്ലെങ്കിൽ കോഴ്സ് സർട്ടിഫിക്കറ്റും, അതിൻ്റെ മാർക്ക് ലിസ്റ്റ് കൂടെ അയക്കുക. മാർക്ക് ലിസ്റ്റും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒഫീഷ്യൽ മെയിൽ ID നിങ്ങളൊരു മെയിൽ അയക്കുക. ഇങ്ങനെയാണ് നിങ്ങളുടെ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം. ആ ലിസ്റ്റ് അത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് റണ്ണിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.